ഞാൻ ദീപ. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകാര്യം ഇടവകയിൽ സെൻറ്റ് ക്രിസ്റ്റഫർ ചർച്ചിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഭർത്താവ്, ഇത് മൂത്ത മകൻ, ഇത് ഇളയ മകൻ. എൻ്റെ മൂത്ത മകന് 3.5 വയസ്സായപ്പോഴാണ് ഞാൻ രണ്ടാമത് പ്രഗ്നൻ്റ് ആകുന്നത്. പ്രഗ്നൻ്റായി 1.5 മാസമായപ്പോൾ അത് അബോർഷനായി. ആദ്യത്തെ സ്കാനിങ്ങിൽ കുഞ്ഞിന് പ്രശ്നമൊന്നുമില്ല. രണ്ടാമത്തെ സ്കാനിങ് ആകുമ്പോൾ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ല, ഇൻറ്റേർണൽ ബ്ലീഡിങ് ആണ്, ആക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് അബോർഷൻ കഴിഞ്ഞു. വീണ്ടും 1.5 വർഷം കഴിഞ്ഞ് വീണ്ടും ഞാൻ പ്രഗ്നൻ്റ് ആവുകയാണ്. അതും ഇതേ സെയിം കാരണത്താൽ ആ കുഞ്ഞും അബോർഷനായി. അപ്പോൾ വേറെ ടെസ്റ്റുകളെല്ലാം നടത്തി നോക്കി. അപ്പോൾ അതിലൊന്നും യാതൊരു പ്രശ്നവും എനിക്കില്ല. പിന്നെ മൂത്ത മകന് ആയിരുന്ന സമയത്ത് ഷുഗറിൻ്റെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അതും ഇപ്പോൾ ഇല്ല, ഷുഗറിൻ്റെ പ്രശ്നവും ഇല്ലായിരുന്നു. അങ്ങനെ ട്രീറ്റ്മെൻറ്റുകൾ ആയിട്ട് എടുക്കാനായിട്ട് വേറെ ഒന്നുമില്ല. അങ്ങനെ മുന്നോട്ട് പോയി. അപ്പോൾ മൂന്നാമതായി വീണ്ടും ഞാൻ പ്രഗ്നൻ്റായി. അതും ഇതേ സെയിം കാരണത്താൽ അബോർഷനായി. അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ കലവൂരൊരു പള്ളിയുണ്ട്, നമ്മുടെ മാതാവിൻ്റെ ചർച്ചാണ്, അവിടെ നമുക്കൊന്ന് പോയി ഒരു ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞത് കേട്ട് ഞങ്ങളിവിടെ വന്നു. ഒരു ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി. ഞാൻ മുടങ്ങാതെ ചൊല്ലുമായിരുന്നു, പ്രാർത്ഥനയൊക്കെ ചൊല്ലുമായിരുന്നു, രാവിലെയും വൈകിട്ടുമൊക്കെ ചൊല്ലുമായിരുന്നു. അങ്ങനെ വീണ്ടും ഞാൻ പ്രഗ്നൻ്റായി 1.5 മാസം ആയപ്പോഴത്തേക്ക് സ്കാനിങ് ചെയ്തു. അപ്പോൾ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ടെന്ന് കണ്ടു. അപ്പം എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഉടമ്പടിയൊക്കെ എടുത്തതല്ലേ, അപ്പം മാതാവ് തന്നെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും, ഞാൻ രാവിലെ പ്രാർത്ഥിച്ചില്ലെങ്കിലും ഒന്നും പ്രശ്നമില്ല എന്ന് വിചാരിച്ച് പ്രാർത്ഥനയിലൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് ഉഴപ്പി തുടങ്ങി. അങ്ങനെ വീണ്ടും രണ്ടാമത്തെ സ്കാനിങ് ആയപ്പോൾ വീണ്ടും മുന്നത്തെ അവസ്ഥ തന്നെ എനിക്കുണ്ടായി. അത് കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ല, അബോർഷൻ ആക്കണമെന്ന് പറഞ്ഞു. വീണ്ടും പോയി അബോർഷനായി. അങ്ങനെ മാനസികമായിട്ട് ഞാൻ ഒരുപാട് തകർന്ന അവസ്ഥയായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. പിന്നെ വീണ്ടും ഇവിടെ രണ്ടാമത് വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി വീട്ടിൽ പോയി. അതിനുശേഷം മുടങ്ങാതെ രാവിലെ 5:30 ഉള്ള പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. മുടങ്ങാതെ പള്ളിയിൽ പോയി പള്ളിയിൽ കുർബാനകളിലെല്ലാം പങ്കെടുക്കുമായിരുന്നു. വൈകിട്ടത്തെ പ്രാർത്ഥനയെല്ലാം മുടങ്ങാതെ ചെല്ലുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ഉടമ്പടി രണ്ടാമത് പുതുക്കി 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ പ്രഗ്നൻ്റായി. അപ്പോൾ ഞാൻ എൻ്റെ ചേട്ടനോട് പറഞ്ഞു, ഞാൻ ഇനി ഹോസ്പിറ്റലിലേക്ക് വരില്ല, കൃപാസനത്തിൽ അച്ഛനെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ ഹോസ്പിറ്റലിലേക്ക് ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രഗ്നൻ്റ് ആയെന്നറിഞ്ഞ് എൻ്റെ പിറ്റേ ദിവസം ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി പുതുക്കി ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ച് വയറ്റിൽ തൈലം പൂശി. ഇവിടെ വന്നപ്പോൾ ഒരു പോസിറ്റീവ് ഒരു എനർജിയാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ വീട്ടിൽ പോയി 2 ദിവസം കഴിഞ്ഞ് സ്കാനിങ്ങിന് പോയപ്പോഴത്തേക്ക് കുഞ്ഞിന് വേറെ പ്രശ്നമൊന്നുമില്ല, ഹാർട്ട് ബീറ്റ് ഉണ്ടെന്ന് കണ്ടു. വീണ്ടും 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ഒരു സ്കാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്കാനിങ് ആണ് മെയിനായിട്ടുള്ള സ്കാനിങ്. എപ്പോഴും രണ്ടാമത്തെ സ്കാനിങ്ങിലാണ് എനിക്ക് ഹാർട്ട് ബീറ്റ് ഇല്ലാതെ കുഞ്ഞ് അബോർഷനാകും എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നത്. അങ്ങനെ രണ്ടാമത്തെ സ്കാനിങ്ങിന് പോയി. ഒരുപാട് പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് ഞാൻ പോയത്. പോകുന്നതിന് ഈ സ്കാനിങ്ങിന് കയറുന്നതിന് തൊട്ട് മുന്നേ വരെയും ഞാൻ സാക്ഷ്യമെല്ലാം കേട്ടതിന് ശേഷമാണ് കയറിയത്. ആകെ തകർന്ന അവസ്ഥയായിരുന്നു. ഞാൻ കയറിയ സമയത്ത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ കയറി, സ്കാനിങ് കഴിഞ്ഞ് പുറത്ത് വന്നു. കുറച്ച് കഴിഞ്ഞ് എൻ്റെ പേര് വിളിച്ചു, ദീപ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി സ്കാനിങ് റിപ്പോർട്ട് നോക്കിയപ്പോഴത്തേക്ക് കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, 100% ഹാർട്ട് ബീറ്റ് ഉണ്ടെന്ന് അതിലെഴുതിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുഞ്ഞിന് വേറെ പ്രശ്നമൊന്നുമില്ല, എന്നാലും 5 മാസം വരെ നമുക്കൊരു ഇഞ്ചക്ഷൻ എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ 5 മാസം വരെ ഇഞ്ചക്ഷൻ എടുത്തു. അതിനുശേഷം ഇഞ്ചക്ഷനൊന്നും വലുതായിട്ട് ഉണ്ടായിരുന്നില്ല. എനിക്ക് അധികം റെസ്റ്റ് എടുക്കേണ്ടി വന്നില്ല. എന്നാലും ഞാൻ എൻ്റെ ഒരു ഇതിൽ ഞാൻ റെസ്റ്റൊക്കെ എടുത്തു. കറക്റ്റ് 9 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരു ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടി. അതും ആൺകുഞ്ഞാണ് കിട്ടിയത്. ഞാൻ മാതാവിനോട് ഒരു കുഞ്ഞിന് വേണ്ടിയാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ മാതാവ് എനിക്കൊരു ആൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. അമ്മ മാതാവിനും തിരുക്കുമാരനും എത്ര കോടി നന്ദി പറഞ്ഞാലും മതിയാവില്ല. അടുത്തെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, ഇതെൻ്റെ മൂത്ത മകനാണ്. അവന് ടോൺസിലൈറ്റിസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു 2 വർഷം മുന്നേ. അത് ചെറിയ രീതിയിൽ മാറും, ചെറിയ രീതിയിൽ അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ഈ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തും അവന് ഈ അസുഖം വന്നു. ഒരുപാട് അസുഖമൊക്കെ കൂടി, ആഹാരമൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് പതിയെ മാറുള്ളൂ, സമയമെടുത്ത് മാറും, അതനുസരിച്ച് ഇവന് ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഉടമ്പടി തൈലം എടുത്ത് നെറ്റിയിൽ പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ രോഗത്തിൻ്റെ കാഠിന്യം ദിവസേന കുറഞ്ഞു വന്നു. അങ്ങനെ അത്ഭുതകരമായിട്ട് അവനും സൗഖ്യം പ്രാപിച്ചു.
ഇനിയും സാക്ഷ്യം പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. എത്രയൊക്കെ നന്ദി പറഞ്ഞാലും, എൻ്റെ അമ്മ മാതാവിന് എത്രയൊക്കെ നന്ദി പറഞ്ഞാലും മതി വരില്ല. ഈശോയ്ക്ക് നന്ദി. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 1:49. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ദീപ എന്ന ഈ മകൾ വലിയ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സന്നിധിയിൽ മകളുടെ കുടുംബത്തിന് ലഭിച്ച വലിയ അനുഗ്രഹത്തിന് നന്ദി പറയുകയാണ്. നമ്മൾ ഒന്ന് മനസ്സിൽ വിചാരിക്കുമ്പോൾ അറിയാം എത്ര വലിയ ഹൃദയവേദനയിലൂടെയാണ് മകൾ കടന്നുപോയതെന്ന്. തുടർച്ചയായ 4 അബോർഷന് ശേഷം 5ാമതൊരു കുഞ്ഞിനെ കൂടി ഉദരത്തിൽ ഉരുവാകുമ്പോൾ അത് ഇനി വൈദ്യശാസ്ത്രത്തിലേക്കല്ല ഞാൻ ഓടുന്നത്, മറിച്ച് ദൈവതിരുസന്നിധിയിലേക്കാണ് എന്ന തീരുമാനമെടുത്തുകൊണ്ട് അമ്മ മാതാവിൻ്റെ തിരുനടയിലെത്തി ഉദരത്തിലുരുവായ കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ജോസഫച്ചൻ്റെ പ്രത്യേകമായ സൈത്ത് പൂശിയുള്ള സൗഖ്യ പ്രാർത്ഥനയിൽ പങ്കുചേരുകയും അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ പൈതലായി എൻ്റെ ഉദരത്തിൽ ഇതിന് പൂർണ്ണ വളർച്ച നൽകി അനുഗ്രഹിക്കണമേ എന്ന് ആഗ്രഹത്തോടെ സമർപ്പിച്ച് ജീവിച്ച ദിവസങ്ങളെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. വലിയ സങ്കടങ്ങളിൽ അമ്മ മാതാവ് കൊടുത്ത വലിയ സന്തോഷത്തെയാണ് മകൾ ഇതിലൂടെ പങ്കുവയ്ക്കുന്നത്. ഓരോ തവണയും ഓരോ കുഞ്ഞ് നഷ്ടപ്പെടുമ്പോഴും സഹോദരി അനുഭവിച്ച തീരാത്ത വേദന, ആവർത്തിച്ചുള്ള നിരാശ, സങ്കടങ്ങൾ എല്ലാം മാതാവിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് എൻ്റെ അമ്മ മാതാവിന് എൻ്റെ ഉദരത്തെ, ഗർഭപാത്രത്തെ ബലവത്താക്കാനും ഉരുവാകുന്ന കുഞ്ഞിനെ അതിൽ സംരക്ഷിക്കുവാനും തക്ക സമയത്ത് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി പ്രദാനം ചെയ്യുവാനും പറ്റുമെന്ന മകളുടെ വിശ്വാസവും ജീവിത പങ്കാളിയുടെ പ്രാർത്ഥനയും അതാണ് ഉടമ്പടി ജീവിതത്തിൽ ഈ മക്കൾക്ക് കൊടുത്ത പൂർണ്ണമായ വിശ്വസ്തതയും ധൈര്യവും. ഉടമ്പടി ജീവിതം ആദ്യമൊന്ന് ഉഴപ്പിയെങ്കിലും പിന്നീട് എത്ര കണ്ട് അതിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിച്ചുവെന്നും അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ പരിശോധനകളും നടത്തിയെന്നും അമ്മ മാതാവ് എനിക്ക് നൽകുന്ന ഈ കുഞ്ഞിന് വേണ്ടി ഞാൻ സന്തോഷത്തോടു കൂടി എൻ്റെ ജീവിതത്തെ നവീകരിക്കുമെന്ന് തീരുമാനിച്ചുകൊണ്ട് ആ ഉടമ്പടിയുടെ ഓരോ നിബന്ധനകളെയും ഹൃദയപൂർവ്വം സ്വീകരിച്ച് പാലിച്ചതിൻ്റെ സാക്ഷ്യമാണ് മകൾ പങ്കുവയ്ക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം എത്ര കണ്ട് വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ വിപരീത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് ശരണപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. അമ്മ മാതാവ് നമുക്ക് ആശ്രയവും നമുക്ക് ആശ്വാസവും പകരും. അമ്മ മാതാവ് നമ്മുടെ പ്രതീക്ഷകളെ പൂവണിയിക്കുകയും നമ്മുടെ കണ്ണീരിനെ തുടച്ചു മാറ്റുകയും ചെയ്യും. അമ്മയിൽ ആശ്രയിക്കുന്നവരെ അമ്മ മാതാവ് ദൈവകരങ്ങളിലേക്ക് തിരുക്കുമാരൻ വഴി സമർപ്പിച്ചുകൊണ്ട് ഏതാണോ നമുക്ക് വേണ്ടുന്ന അടിയന്തരമായ അനുഗ്രഹം, ആ അനുഗ്രഹത്തിലേക്ക് സമയം ചുരുക്കി സഹായിച്ചു തരുവാൻ കൂടെ ഉണ്ടാവും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കുക. ഈ മകൾക്ക് ലഭിച്ച ഈ കുഞ്ഞിനെ ഓർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് മകൾക്ക് നൽകിയ സന്തോഷത്തിന് ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.